പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഇതൊരു അസംബന്ധ നാടകം, എബ്സേർഡ് ഡ്രാമയാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് ഈ തരത്തിൽ ലക്ഷറിയസ് ആയിട്ട് കേരള ജനത ഇതിനു മുമ്പ് ഇതേവരെ കണ്ടിട്ടില്ല. മുമ്പ് ഒരു ചീഫ് മിനിസ്റ്റർ കേരളം ഭരിച്ചപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള കടം, 10,000 കോടിയുടെ കടബാധ്യതയാണ് ഇപ്പൊ കേരളത്തിനുള്ളത്. ആ ഡാറ്റ സഹിതം പറയുന്നു കേരളം ഡിസർവ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൊടുക്കുന്നു എന്നാണ്. നമസ്കാരം. സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം മന്ത്രിമാർക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കും ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക ബാധ്യത പ്രശ്നമല്ല എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ റഷീദ് പാനൂർ. പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഇതൊരു അസംബന്ധ നാടകം, എബ്സേർഡ് ഡ്രാമയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള റേഷ്യോ ഞങ്ങൾക്ക് തരുന്നില്ല എന്നും ഇനിയും ഒരുപാട് കോടികൾ കിട്ടാനുണ്ട് എന്നും പറയുമ്പോൾ നിർമ്മല സീതാരാമനെ അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ബ്രിട്ടാസിന് പറ്റുന്നില്ല. അവർ ഡാറ്റ സഹിതം പറയുന്നു കേരളം ഡിസർവ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൊടുക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ വലിയ കടബാധ്യതയുണ്ട്. മുമ്പൊരു ചീഫ് മിനിസ്റ്റർ കേരളം ഭരിച്ചപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള കടം, 10,000 കോടിയുടെ കടബാധ്യതയാണ് ഇപ്പൊ കേരളത്തിനുള്ളത്. ഇതിനിടയിലാണ് ഈ ഗവൺമെന്റ് സ്റ്റാഫിന്റെയും അതുപോലെ പെൻഷനേഴ്സിന്റെയും വോട്ട്, അതൊരു കൺസിഡറബിൾ ഫോഴ്സ് ആണ്. അത് നഷ്ടപ്പെട്ടു പോയിക്കൂടെ. കാരണം അവർക്ക് 4-4.5 വർഷത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. 16% DA പെൻഡിങ്ങിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ നോർമലായിട്ട് ഇടതുപക്ഷ അനുഭാവികളായ NGO-മാര് പോലും തിരിഞ്ഞു കുത്തിയാലോ എന്ന് കരുതിയാണ് ഇവർ ഇത്രയും ധൃതിയിൽ പെൻഷൻ റിവൈസിങ് കമ്മിറ്റിയെ ഇല്ലാതെ തന്നെ പെൻഷനേഴ്സിനൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടതെല്ലാം ഈ അടുത്ത ഇലക്ഷന് മുമ്പ് ചെയ്യും. പക്ഷേ അതിനിടയിലാണ് ഈ നാടകം. കാരണം ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, നിങ്ങളെ പേ ഹൈക്ക് നടത്തണം, കേന്ദ്ര ഹൈക്ക് നടത്തി കഴിഞ്ഞു. പക്ഷേ അവസ്ഥ ഇതാണ്, ട്രഷറി empty ആണ്, ട്രഷറി ഡെസേർട്ടഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവരാലോചിക്കേണ്ടിയിരുന്നത് മഹാനായ EMS നമ്പൂതിരിപ്പാടിനെയാണ്. അന്ന് 16 സ്റ്റാഫാണ് ഒരു മിനിസ്റ്റർക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം 8 സ്റ്റാഫിനെ ക്യാൻസൽ ചെയ്ത് 8 പേര് തന്നെ മതി. ഇന്ന് സ്റ്റാഫ് ഒരു മിനിസ്റ്റർക്ക് 22 പേരാണ്. ഫുഡ് ഉണ്ടാക്കാൻ തന്നെ 3 സ്റ്റാഫാണ്. 2.5 കൊല്ലം കഴിയുമ്പോൾ ഹാഫ് ഓഫ് ദ സ്റ്റാഫിനെ ഇവർ പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പെൻഷൻ ഉറപ്പുവരുത്തുന്നു, പുതിയവരെ അപ്പോയിന്റ് ചെയ്യുന്നു. ഇത് UDF-ഉം LDF-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിനെന്തെങ്കിലും എക്സംപ്ലറി ആയിട്ട് ഇവർക്ക് കാണിക്കാനില്ല. ഇനിയിപ്പം 3-3.5 മാസത്തെ കാലയളവ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ഒരു ലക്ഷറി കാറ് മുഖ്യമന്ത്രി ലക്ഷറി കാർ എടുക്കാൻ വേണ്ട പണം പാസ്സാക്കി കഴിഞ്ഞു. 1,20,00,000 രൂപ. ഇതൊരു തൊഴിലാളി വർഗ സർവാധിപത്യ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു അജണ്ടയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് ഈ തരത്തിൽ ലക്ഷറിയസ് ആയിട്ട് കേരള ജനത ഇതിനു മുമ്പ് ഇതേവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഇത് ഈ പറഞ്ഞ ഒരു അസംബന്ധ നാടകമാണ് ഈ സമരം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും ഈ സമരം പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കണ്ണിൽ പൊടിയിടലാണ്. കാരണം പേ റിവിഷൻ നടത്താൻ പോകുന്നില്ല. കാരണം പേ റിവിഷന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെക്കും. അതിനിടയിൽ വല്ല DA-യുടെ ഒരു ഹൈക്ക് നടത്തി ഇവര് പോകും. കാരണം ഞങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ രീതിയിൽ ഒരു പേ റിവിഷൻ നടത്തും. കാരണം ഇതൊരു രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു പഴുതാണിത്. കാരണം ഇവർ അധികാരത്തിൽ വന്ന തൊട്ട് പറയുന്നതാണ് കേന്ദ്രം ഞങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്നത് തരുന്നില്ല. ഈ അഭിപ്രായം പക്ഷെ സ്റ്റാലിനുണ്ടോ? ഇല്ല. ഇത്രയും അഭിപ്രായം രേവന്ത് റെഡ്ഡിക്കുണ്ടോ? ഇല്ല. അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ട് എപ്പോഴും നല്ല ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ്. പാർട്ടി സഖാക്കൾ മോഡിയെ വിമർശിക്കുമെങ്കിലും നേരിട്ടൊരു കോൺഫ്ലിക്റ്റിന് ഒരിക്കൽ പോലും വിജയൻ തയ്യാറായിട്ടില്ല. രമ്യതയിൽ തന്നെയാണ് പോകുന്നത്.
അത് തന്നെയാണ് BJP-യും പറയുന്നത്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് 3 തവണ CPM അധികാരത്തിൽ വന്നു കഴിയുന്നതോടുകൂടി CPM-ഉം തകരും, UDF-ഉം തകരും. അത് കേരളം കംപ്ലീറ്റ് പിടിച്ചെടുക്കാനുള്ള BJP-യുടെ ഒരു ആയുധമാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഡ്രീമായിട്ട് അവശേഷിക്കുകയുള്ളൂ. എന്നിട്ടും അത് മാത്രമല്ല, ഈ ആലപ്പുഴ സുധാകരൻ ചോദിച്ചിരുന്നു KV തോമസോട് 20 ലക്ഷം രൂപയോളം താങ്കൾ ഖജാനാവിൽ നിന്ന് എടുത്ത് ഡൽഹിയിൽ പോകുന്നു. ഉടനെ അയാൾ പറഞ്ഞു 20 ലക്ഷം ഒന്നുമില്ല, ഞാൻ ഡൽഹിയിലെ ഒരു പ്രതിനിധിയാണ്, എനിക്ക് കുറച്ച് പെൻഷനും കാര്യമെല്ലാം, അത് കഴിഞ്ഞാൽ ഒരു 7-8 ലക്ഷം രൂപ, ശരി സമ്മതിക്കാം, ഈ 7-8 ലക്ഷം രൂപ ഖജാനാവിൽ നിന്ന് KV തോമസിന് കൊടുക്കുന്നത് കേരളത്തിന്റെ വിഹിതം വാങ്ങി, അതായത് ഫോഴ്സ് ചെലുത്തി അയാൾക്ക് ഡൽഹിയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാങ്ങാൻ വേണ്ടിയാണ്. എന്ത് ഗുണമാണ് KV തോമസിനെ കൊണ്ടുണ്ടായത് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് പോയത് കീഴുകാരനായ പാർട്ടിയുടെ ആള് തന്നെയായ സമ്പത്തായിരുന്നു. സമ്പത്ത് തന്നെ പറഞ്ഞു കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പണം ഖജാനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്, ഒരു ഗുണവുമില്ല എന്ന് സമ്പത്ത് തന്നെ പറയുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ മുഖ്യമന്ത്രി തന്നെ പോകുന്നതല്ലേ നല്ലത്. ഒരു റെപ്രസെന്റേറ്റീവായിട്ട് KV തോമസിനെ അയച്ച് ഓരോ പോക്കിനും 10-12 ലക്ഷം രൂപ ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് യാത്രയും കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ ഇത് ഖജാനാവിൽ നിന്ന് ഊർന്നു പോകുന്ന പണമാണ്. പിന്നെ ഇതൊന്നും ഒരു ഇഷ്യൂ ആയി ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ BJP-ക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ PSC മെമ്പറാകാൻ പ്രത്യേകിച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. 45% ആണ് ഒരു PSC മെമ്പർക്ക് ഇപ്പോൾ ഉയർത്തി കൊടുത്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു PSC മെമ്പർ സ്കെയിലിപ്പോ 3,60,000 രൂപയോളം പോകും. എന്താ ഒരു PSC മെമ്പർക്ക് ചെയ്യാനുള്ളത്? PSC-യുടെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ സബ്ജക്ട് എക്സ്പെർട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനിടയിൽ വല്ല ജനറലായ 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഓരോ പാർട്ടിക്കും ഓരോ PSC മെമ്പറാണ്. അതിൽ വലിയ പാർട്ടി CPM ആയതുകൊണ്ട് മഹാഭൂരിപക്ഷം മെമ്പേഴ്സും അവരിൽ നിന്നാണുള്ളത്. പക്ഷെ അവരുടെ പെൻഷൻ തന്നെ 1.5 ലക്ഷത്തോളം വരും. ഇതും ഖജാനാവിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്.